പൊതുസമൂഹത്തെ ഞെട്ടിപ്പിച്ച ഒരു തട്ടിപ്പിന്റെ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. സർക്കാർ തന്നെ ഈ വിഷയത്തിൽ സ്ഥിരീകരണമുണ്ടായി. നമ്മുടെ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്ന ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷകളുടെ യോഗ്യതാ നിബന്ധനകൾ പരിശോധിച്ച് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ സംഭവിച്ച വീഴ്ചയാണ് വൻ ക്രമക്കേടിന് വഴിവെച്ചത്. 2017നും 2020നും ഇടയിൽ 9021 പേർ ചട്ടവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതാണ് CAG റിപ്പോർട്ടിലെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. യോഗ്യതയില്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്രമരഹിതമായി വിതരണം ചെയ്തതിലൂടെ സർക്കാർ ഖജനാവിന് വൻ നഷ്ടമുണ്ടായതായും CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഉപജീവനത്തിന് മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കാവൂ എന്നാണ് ചട്ടം. ഇതിന് സർക്കാർ മുമ്പോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ ഇങ്ങനെ. അപേക്ഷകൻ കേന്ദ്ര സർക്കാരിൽ നിന്നോ മറ്റ് സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ ശമ്പളം, പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ സ്വീകരിക്കുന്ന ആളായിരിക്കരുത്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച ആളായിരിക്കരുത്. പെൻഷൻ, കുടുംബ പെൻഷൻ തുടങ്ങിയവ സ്വീകരിക്കുന്ന ആളാകരുത്. ഇതിനു പുറമെ ആദായ നികുതിദായകനാകരുത് എന്നും സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ വ്യവസ്ഥകൾ ഇങ്ങനെയായിരിക്കെ സർക്കാർ ജീവനക്കാരോ സർവീസ് പെൻഷൻകാരോ താൽക്കാലിക ജീവനക്കാരോ ആണെന്ന വസ്തുത മറച്ചുവെച്ച് നിരവധി പേർ ക്രമരഹിതമായി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായി അംഗീകാരം നേടി സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് CAG റിപ്പോർട്ടിലെ പരാമർശം. 2017നും 2020നും ഇടയിൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പട്ടിക സംബന്ധിച്ച ഡാറ്റയുമായി സേവന പെൻഷൻ സോഫ്റ്റ്വെയറിന്റെ ലഭ്യമാക്കിയ ഡാറ്റ താരതമ്യം ചെയ്തതിലൂടെ 9201 സർവീസ് പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും ക്രമരഹിതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയതായാണ് കണ്ടെത്തൽ. ഇതിലൂടെ 39.27 കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് അനാവശ്യമായി ചെലവായത്. 2000 മുതലുള്ള ക്രമവിരുദ്ധമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം കണക്കിലെടുക്കുകയാണെങ്കിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഡാന്, ഇപ്പോൾ സർക്കാർ പറയുന്നത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ്. മന്ത്രി തന്നെ പറയുകയാണ് ഇനിയും ഒരുപാട് പേരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അതിനുശേഷമാകും ഇവരെക്കുറിച്ചുള്ള പേര് വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളതാണ്. എന്നാലും നമുക്കറിയാം, സംസ്ഥാനം ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ക്രമക്കേടുകൾ ഈ വിഷയത്തിൽ നടന്നു കഴിഞ്ഞു. CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിട്ടും ഈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലുള്ള ഒരു പ്രശ്നം അതെന്തായാലും വീഴ്ച തന്നെയാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ വലിയ തട്ടിപ്പുകാർ ഇറങ്ങിയത്. എന്താണ് ഈ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടി? സമഗ്രമായ ഒരു അന്വേഷണം, ഒരു പരിശോധന ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ? രഞ്ജിത്ത്, നിലവിൽ 1458 പേരുടെ പട്ടികയാണ് സർക്കാർ പുറത്തുവിട്ടത്. അതായത് ധനവകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പരിശോധനകൾ നടക്കുകയും ആ പരിശോധനയിലൂടെ 1458 ഉന്നത തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ലാത്തൊരു വസ്തുത, ഇവർ എത്ര നാളായി ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടായിരുന്നു, അത് സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ അത് പക്ഷേ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ പണം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതത് വകുപ്പുകൾക്ക്, അവർ ജോലി ചെയ്യുന്ന അതത് വകുപ്പുകൾക്ക് ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഴയടക്കം അല്ലെങ്കിൽ പലിശയടക്കം ഈ പണം അവരുടെ പക്കൽ നിന്ന് എത്രയും വേഗത്തിൽ തിരിച്ചു പിടിക്കാൻ നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ നിയമപരമായ നടപടികൾ തന്നെ സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശമാണ് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് 2017 മുതൽ 2020 വരെയുള്ള കാലത്ത് സമാനമായ തരത്തിൽ തട്ടിപ്പ് നടന്നതായും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമരഹിതമായി 9021 പേർ കൈപ്പറ്റിയെന്നും വ്യക്തമാക്കുന്ന CAG റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ, പരാമർശങ്ങൾ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഴ്ച നേരത്തെ തന്നെ CAG ചൂണ്ടിക്കാണിച്ചിട്ട് CAG റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ട് പിന്നെ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാൻ അന്നേ മുതൽ കഴിയാതെ പോയി? അല്ലെങ്കിൽ 2020 കഴിഞ്ഞപ്പോൾ 2024 ആയിട്ടുണ്ട്. ഈ തൊട്ടടുത്ത് നടന്ന പരിശോധനകളിലാണ് ഈ 1458 പേർ ഇങ്ങനെ ഇത് കൈപ്പറ്റുന്നുണ്ട് എന്ന വിവരങ്ങൾ സർക്കാരിന് ലഭിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കുന്ന, പണം തിരിച്ചു പിടിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്
കാലങ്ങളായി ഇത് തുടരുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് CAG റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനോടകം വലിയ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം സർക്കാർ ഖജനാവിന് തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. CAG റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് 2017-നും 2020-നും ഇടയിൽ മാത്രം ഇങ്ങനെ 9,021 പേർ സമാനമായ തരത്തിൽ ക്രമരഹിതമായി പണം കൈപ്പറ്റിയതിലൂടെ 39 കോടി രൂപയുടെ നഷ്ടം സർക്കാർ ഖജനാവിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഏതാണ്ട് ഒരു വർഷം ഈ 1458 പേരുടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം ഒരു വർഷം ഇവർ ഇങ്ങനെ അനർഹമായി പണം കൈപ്പറ്റുന്നതിലൂടെ 2 കോടി രൂപയ്ക്ക് മുകളിലാണ് സർക്കാരിനുണ്ടാകുന്ന നഷ്ടം. അങ്ങനെയാണെങ്കിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ച സമയം മുതൽ ഇതിനോടകം ഈ പട്ടികയിൽ ക്രമരഹിതമായി ഇടം പിടിച്ച ആളുകൾക്ക് പണം അനാവശ്യമായി കൊടുത്തത് മൂലം നമ്മുടെ ഖജനാവിനുണ്ടായിരിക്കുന്ന ഒരു സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ച സംവിധാനങ്ങളിലൂടെ ഈ അപേക്ഷകരുടെ മാനദണ്ഡം അത് കൃത്യമായി പാലിച്ചാണോ ഏതായാലും സമഗ്രമായ പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട